ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു വലിയ വിലയുണ്ട്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വെറും ആശയവിനിമയം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രകടനമാണ്. യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നോക്കേണ്ടുന്നത് വളരെ അനിവാര്യമാണ്. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. സദൃശവാക്യങ്ങൾ 18:21. ഒരു വാക്ക് ആരുടെയോ ഹൃദയത്തെ സുഖപ്പെടുത്താം, അല്ലെങ്കിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാം. പ്രിയരേ, വാക്കുകൾ നിയന്ത്രിക്കുന്നത് വായിനെ നിയന്ത്രിക്കുന്നതല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ അത് ശക്തിയുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നയിക്കാൻ കഴിയുന്നതാണ്. നിരാശയുടെ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശ പകരുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി, സ്വാന്തനമായി, ബലമായി, പ്രതീക്ഷയായി, സർവോപരി അനുഗ്രഹമായി തീരുമാറാകട്ടെ.